അവിടെ ശ്രീദീപിന്റെ വീട്ടിൽ നിന്നും നേരത്തെ അവിടെ നിന്നുള്ള പ്രതികരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീദീപിനെ പഠിപ്പിച്ച ടീച്ചറാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ആ ടീച്ചറുടെ വാക്കുകൾ മുറിഞ്ഞു പോവുകയല്ല, അവർ പൊട്ടിപ്പോവുകയാണ്, പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അവിടെ കണ്ട ദൃശ്യങ്ങളൊക്കെയും അങ്ങനെയായിരുന്നു. ഗോകുലിന് നൽകാനാവുന്ന വിവരങ്ങൾ. അതായത് ശ്രീദീപിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ദുഃഖത്തിൻ്റെ കാഴ്ചയല്ലാതെ മറ്റൊന്നും നൽകാനില്ല. ഇവിടെ കൂടുതൽ ആളുകൾ ഓരോ സമയം കൂടുന്നോറും എത്തി തുടങ്ങുന്നുണ്ട്. വലിയ വിഷമത്തിലാണ് ഈ നാടാകെ തന്നെ. കാരണം ശ്രീദീപ് അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്പോർട്സിലും എല്ലാത്തിലും ആക്റ്റീവായുള്ളൊരു വളരെ ചെറുപ്പക്കാരൻ. ചെറിയ പ്രായമേ ഉള്ളൂ. അക്ഷയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 55 ദിവസമേ ആയിട്ടുള്ള വീട് വിട്ട് ഇത്തരത്തിൽ കോളേജിലേക്ക് പഠിക്കാനായി പോയിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം ഈ വീടിനെ തേടിയെത്തുന്നതും ഇവരെയൊക്കെ തന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിലേക്ക് ആ ദുരന്തം മാറിയതും. ഇങ്ങനെ അപകടത്തിൻ്റെ വാർത്ത അറിഞ്ഞ ഏകദേശം ഒരു 10:30-ക്ക് ശേഷം വീട്ടിലുള്ളവരറിഞ്ഞു. നമ്മൾ നേരത്തെ സംസാരിച്ച കൗൺസിലർ പറഞ്ഞു, അദ്ദേഹം പറയുമ്പോൾ അത് വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പിന്നീട് വന്ന് ഈ സ്ഥലമൊക്കെ കണ്ട് അപ്പോൾ അതിനുശേഷം അച്ഛനോട് അവരൊക്കെ കൂടിയാണ് സംസാരിച്ച് ഈ വിവരങ്ങൾ അറിയിച്ചത്. ഏകദേശം ഒരു 10:30-ക്ക് ശേഷം അയൽവാസികൾ ഇവിടെയുണ്ട്. ചേട്ടൻ അയൽവാസിയല്ലേ? അയൽവാസിയാണ്. എങ്ങനെയാണ് ശ്രീദീപുമായിട്ടുള്ളൊരു? ശ്രീദീപ് പറഞ്ഞാൽ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. സ്പോർട്സിലും കാര്യം ഭയങ്കര സൈലൻ്റാണ്. എന്താ പറയുക. എങ്ങനെ ഇന്നലെ രാത്രി വിവരം അറിഞ്ഞോ നിങ്ങൾ? ഇന്നലെ രാത്രി ഞങ്ങൾ അറിഞ്ഞു. 10-10:30 സമയത്ത് അറിഞ്ഞിരുന്നു. പിന്നെ വന്നപ്പോൾ പുള്ളി രാത്രി നമ്മൾ വരുന്നതല്ലല്ലോ വെച്ചിട്ട് അപ്പോഴേക്കും അവർ അറിഞ്ഞിരിക്കണം. പറഞ്ഞ് വത്സനും ശ്രീവത്സനും വൈഫുണ്ട്. ഒരു റിലേറ്റീവ് അങ്ങോട്ട് പോയിരിക്കുന്നത്. റിലേറ്റീവ് പോയിരിക്കുന്നത്. സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. കുറേ മെഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൈലൻ്റാണ്, ഭയങ്കര സൈലൻ്റാണ്. പോകുന്നതിന് മുമ്പ് കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കുറേ ദിവസം മുമ്പ് അച്ഛൻ്റെ കൂടെ പോണതാണ്. അത് എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ ഒപ്പം പോവുക. ഇപ്പോൾ ഒന്ന് ടൗണിൽ പോകണമെങ്കിൽ എങ്ങനെ പോകണമെങ്കിൽ അച്ഛൻ്റെ ബൈക്കിൽ ഇരുന്നിട്ട് പോവുക. അങ്ങനത്തെ ഒരു കാമൻ ക്വയറ്റാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ രാത്രി ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുൻപ് ശ്രീദീപ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. താൻ സിനിമയ്ക്ക് പോവുകയാണെന്നൊക്കെ അച്ഛനോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ശ്രീദീപ് പോയത്. അപ്പോൾ ഇന്നലെ രാത്രി കൂടി ശ്രീദീപ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു, അച്ഛനെ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ അത്രയധികം ആത്മബന്ധം അച്ഛനും മകനുമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എപ്പോഴും അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കുട്ടി. അങ്ങനെയായിരുന്നു ശ്രീദീപ്. അതിനിടയിലാണ് ഈ ഒരു ദുരന്തം എത്തിയത്. സ്വാഭാവികമായും വീട്ടുകാർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്തത്ര വേദന സമ്മാനിച്ചുകൊണ്ടാണ് ഈ അപകട വാർത്ത ഇവിടേക്ക് എത്തുന്നത്. ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ വീട് നിറയെ സമ്മാനങ്ങളാണ്, ട്രോഫികളും മെഡലുകളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതൊക്കെയും ശ്രീദീപിൻ്റെതാണ്. ശ്രീവിഹാരം, അങ്ങനെയാണ് ആ വീടിൻ്റെ പേരും. ആ ശ്രീവിഹാരം വീട്ടിൽ ഇനി ശ്രീദീപ് ഇല്ല. ശ്രീദീപിൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഇനി ആ വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. ശ്രീദീപ് വത്സൻ എന്ന് എഴുതിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിട്ടുള്ള ട്രോഫികളും പുരസ്കാരങ്ങളും ഒക്കെയാണ് ആ വീടാകെ നിറഞ്ഞിരിക്കുന്നത്. ആ വീടാകെയും ആ മകൻ്റെ ഓർമ്മകളും അവൻ തന്നെയാണ് ആ വീടാകെയും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് പറയാം. പാലക്കാട്ടെ ശേഖരിപുരത്തെ വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. വരുന്നവരുടെയും പോകുന്നവരുടെയും ഒക്കെ കണ്ടു നിറയുകയാണ്. ടീച്ചറാണ്? അതെ, ടീച്ചറാണ്. എത്രാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്? 6, 7, 8, 9. മികച്ചൊരു വിദ്യാർത്ഥിയാണ്. സ്പോർട്സ് താരം വരുന്നത്. അതെ, നല്ലോണം പഠിക്കണ കുട്ടിയായിരുന്നു. അറിയില്ല, എന്നോടൊന്നും ചോദിച്ചു.